ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡാണ്. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടില്ലാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണേ. മക്കൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എന്നിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിന്. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ പറഞ്ഞു സിമ്പിളായിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നേക്കും ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ബ്രെഡും മുട്ടയും എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് വേണ്ടിയിട്ടുള്ള സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. 3 സാൻഡ്വിച്ചാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 6 സ്ലൈസ് ബ്രെഡ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 3 ബ്രെഡില്ലേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് സ്ക്വയർ ഷേപ്പിൽ നല്ലോണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വയറ് ഫില്ല് ചെയ്യുകയും ചെയ്യും. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗീയോ ബട്ടറോ ഒന്നുമല്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കോക്കനട്ട് ഓയിലില്ലേ വെളിച്ചെണ്ണ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഒരു പീസ് ബ്രെഡ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ എഗ്ഗ് യോക്കില്ലേ മഞ്ഞക്കരു അതൊന്ന് പൊട്ടിച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് സോൾട്ട്, പെപ്പർ, പിന്നെ ഒറിഗാനോ ഇല്ലേ അത്, അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് എന്താ പറയുക ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്ന മുളകില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പീസില്ലേ അത് വെച്ച് കൊടുക്കാം. നല്ലോണം വെച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു എഗ്ഗ് പുറത്താവാത്ത രീതിയിൽ വെച്ച് കൊടുക്കണം. ഇതൊക്കെ ചെയ്യുന്ന സമയത്തില്ലേ നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിലില്ലേ ബ്രെഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ചീസിൻ്റെ മേലെയായിട്ട് ഒരു ഫുൾ സ്ലൈസ് ബ്രെഡില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഒരു ചീസില്ലേ അത് മെൽട്ടായി കിട്ടുന്നത് വരെ അപ്പുറം ഇപ്പുറം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാവുക. അപ്പോൾ ഞാനെല്ലതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പുറത്ത് കോഫിക്ക് വേണ്ടിയിട്ടുള്ള പാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സാൻഡ്വിച്ച് എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചീസൊക്കെ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിലില്ലേ കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി അല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമെല്ലാം പറയണേ. കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. ബ്രെഡ്, മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമെല്ലാം പറയാം. പിന്നെ നമ്മൾ കോഫി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനും മക്കളും കോഫിയും സാൻഡ്വിച്ചൊക്കെ കഴിക്കില്ല. പിന്നെ ഇല്ലേ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ ഒക്കെ തന്ന ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒരുപാട് വലുതാണ് കേട്ടോ. അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോസിലെല്ലാം ഇടുന്ന റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമെല്ലാം പറയാം. നിങ്ങളെ നല്ല നല്ല കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവട്ടെ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് നിങ്ങൾ തരുന്ന ആ ഒരു മറുപടിയാണല്ലോ കമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിന്. ഇനി ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ക്ലീനിങ് പരിപാടി അപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഭാരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ.
ഒരുപാട് നേരം കിച്ചണിൽ കിടന്ന് പണിയെടുക്കുന്നതിലും നല്ലത് നമ്മൾ എടുക്കുന്ന ആ ഒരു പണിയുണ്ടല്ലോ, ഓരോ സമയത്ത് ചെയ്യുന്ന ഒരു കുക്കിങ്ങൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കിച്ചണ് ക്ലീനാക്കി ഇടുകയെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് പാത്രങ്ങൾ കഴുകേണ്ടതില്ല. അതേപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സിങ്കിലേക്ക് കൊണ്ടിടുകയെന്നുണ്ടെങ്കിലേ കൗണ്ടർ ടോപ്പ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത് പോലെ തോന്നലുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലേനു. അന്ന് നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ രാവിലെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ കുറച്ച് പൊടികളെല്ലാം ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ചെയ്തെടുക്കല. പിന്നെ നമ്മൾ എന്നും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു സമയത്ത്, എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ഓരോ ബോട്ടിലും ഓരോ പൊടികളായിട്ട് നിറച്ച് വെക്കലാണ്. സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ വേഗം ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ഇപ്പോൾ ഇന്ന് മഴയില്ല, നല്ല വെയിൽ കിട്ടിയോണ്ട് തന്നെ ആ ഒരു ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് വെയിലത്ത് വെക്കാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ ആ ഒരു വെയിൽ കിട്ടിയോണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സമാധാനമല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കഴിയുമല്ലോ. അല്ലാണ്ട് മടി പിടിച്ചിരുന്ന് നാളെ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലില്ലേ, ആ ഒരു ബോട്ടിൽസൊന്നും ക്ലീൻ ആവുകയില്ല, ഫില്ല് ചെയ്ത് വെക്കലും ഉണ്ടാവില്ല. ചെയ്യാൻ ബാക്കി കുറേ കാര്യങ്ങളുണ്ടെങ്കിലില്ലേ, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല. അതായത് ഫോണിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക, അതിനൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഫോണിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിന്ത മുഴുവനും ആ ഒരു ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും ഉണ്ടാവാൻ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു സന്തോഷത്തോടെ ഇരിക്കുമ്പോഴല്ലേ ഒരു മനസ്സിനൊരു സുഖം കിട്ടാൻ. അപ്പോൾ ഇതാ എൻ്റെ പൊടികളെല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. ഞാനും വലിയൊരു മടിച്ച് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴും പെർഫെക്റ്റ് ഒന്നുമല്ല, ഇങ്ങനെ ചെയ്ത് ശീലിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാനും നന്നാകുക, എൻ്റെ വീഡിയോ കാണുന്ന മടിച്ചുകളായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളും നന്നാകുക കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ആ ഒരു പണിയെല്ലാം അവിടെ ഫില്ലായിട്ടുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടേനും, അതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അപ്പോൾ കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആയി കിട്ടുമല്ലോ. പിന്നെ രാത്രി ഡിന്നറിൻ്റെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലേനു കേട്ടോ. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഗീ റൈസും പിന്നെ രാവിലത്തെ ദോശൻ്റെ മാവും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാ ഓടി വാ. ഇവിടെ ഒരാളില്ലേ എൻ്റെ അടുത്ത് കുറേ നേരമായിട്ട് ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ടേനു കേട്ടോ. ഞാൻ ആ ഒരു ബോട്ടിലെല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്തില്ലേ കാലിൻ്റെ അടുത്ത് നിന്ന് മാറാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടേനു. സംഭവം വേറൊന്നുമില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ടേനു കേട്ടോ. അപ്പോൾ ഇതാ നോറക്ക് ഫുഡെല്ലാം ഇട്ട് കൊടുത്തിന്. എനിക്ക് കുറച്ച് സമയത്തേക്ക് പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. റിലാക്സ് ആയിട്ട് കുറച്ച് സമയം പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നമ്മളെ വീട്ടിൻ്റെ ഏറ്റവും മേലെ ടെറസിൻ്റെ ആ ഒരു ഭാഗത്താണ് പോകുന്നത്. നമ്മൾ വൈകുന്നേരം ബീച്ചിലോ പാർക്കിലോ എല്ലാം പോയിട്ടിരിക്കൂലേ, അതേപോലെ നല്ലൊരു വൈബാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കാനും വേണ്ടിയിട്ട്. നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് കുറച്ച് സമയം കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇത്. മഴ പെയ്യുന്നില്ല, എന്നാലും മഴക്കാറിങ്ങനെ മൂടിക്കെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ പോകുന്ന കണ്ടിട്ട് പിന്നാലെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ആ ഒരു സ്കൂളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ എത്ര തിരക്കിനിടയിലാണെങ്കിലും നമ്മളതായിട്ടുള്ള ആ ഒരു കുറച്ച് സമയമുണ്ടല്ലോ, അപ്പോൾ അത് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മളെ ചുറ്റിനുള്ളവർ, അതായത് മക്കളെ അല്ലെങ്കിൽ ഭർത്താവിനെ, വീട്ടിലുള്ള മറ്റുള്ള അവരൊക്കെ ഇല്ലേ, അവരൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മളെ ചുറ്റിലുള്ളവർക്കും ആ ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ കേട്ടോ. നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റിലുള്ളവർക്കും കൂടെ അത് ബാധിക്കും. നമുക്കെന്തെങ്കിലും ടെൻഷനോ കാര്യമോ അല്ലെങ്കിൽ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിലല്ലേ അത് നമ്മൾ വേഗം തീർക്കാൻ നമ്മളെ മക്കളോടായിരിക്കൂലേ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഹാപ്പിനെസ് നമ്മളെ മക്കൾക്കും കൊടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും.
അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് എന്താണോ തോന്നുന്നത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാവാൻ. ഏത് നേരത്തും പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമൊന്നുമല്ലല്ലോ. അപ്പോൾ പണിയിൽ നിന്നൊക്കെ മാറി കുറച്ച് സമയം ഇതേപോലെ കാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ സ്വയം സന്തോഷിക്കാനും സ്നേഹിക്കാനും പഠിച്ചാൽ തന്നെ നമ്മളെ ചുറ്റിലുള്ളവരെ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. വൈകുന്നേരത്തെ പ്രകൃതിക്ക് വല്ലാത്തൊരു ഭംഗിയാണല്ലേ ഉണ്ടാവുക. കിളികളുടെ കൂടണയാൻ നേരത്തുള്ള ആ ഒരു ശബ്ദവും പിന്നെ ആകാശത്തിൻ്റെ ഭംഗിയും ദൂരെയുള്ള മരത്തിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ണിന് വല്ലാത്തൊരു കുളിർമയും മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും തരുന്നത് തന്നെയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കുറേ സമയം അവിടെ ഇവിടെ ഇങ്ങനെ നടന്ന് സമയം പോകുന്നത് പിന്നെ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാലില്ലേ അവിടെ എനിക്ക് അടിച്ചു വാരാനും ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് കയറിയപ്പോൾ പിന്നെ അതിനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇളം കാറ്റും പ്രകൃതിയും ഒക്കെ നോക്കിക്കൊണ്ട് പിന്നെ മക്കളും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് പറഞ്ഞു. ഒരാൾ പറയുമ്പോൾ അടുത്ത ആൾ മറ്റു വിശേഷങ്ങൾ പറയും. പിന്നെ ആയിരിക്കും അടുത്ത ആൾക്ക് മറന്നുപോയ കാര്യങ്ങൾ പിന്നെ ഓർമ്മ വരാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞും ചിരിച്ചും കുറേ സമയം അവിടെ അങ്ങനെ ചിലവഴിക്കാൻ ചെയ്തിട്ടുണ്ടായിന്. പ്രത്യേകിച്ച് നമ്മളെന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിലില്ലേ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു മൂഡ് തന്നെ മൊത്തത്തിലൊന്ന് മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഏകദേശം മഗ്‌രിബിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും മേലെ അടച്ച് താഴേക്ക് ഇറങ്ങാൻ ചെയ്തിട്ടുള്ള ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ ആയിട്ടുണ്ടേനും. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേറ്റ് തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഒന്ന് ചെയ്തെടുക്കല, ഊത് പുകയ്ക്കുക, ജനലടക്കുക, പിന്നെ എന്താ പറയുക കർട്ടനൊക്കെ താത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. പിന്നെ ഉള്ളത് മഗ്‌രിബ് നിസ്കാരവും ഖുർആൻ ഓതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടില്ലേ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഖുർആൻ ഓതുക എന്നുള്ളത്. നമ്മൾ എത്ര പണി തിരക്കിനിടയിലായി കഴിഞ്ഞാലും ചുരുങ്ങിയതൊരു 10 മിനിറ്റ് മാത്രം മതിയാവും. യാസീൻ, സൂറത്തുൽ വാക്കിയ, സൂറത്തുൽ മുൽക്ക്, തബാറയില്ലേ അത് മൂന്നും നിർബന്ധമായിട്ടും എല്ലാവരും പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെയ്യുന്നവരുണ്ടാവട്ടെ, ഞാൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാമെന്ന്. ഇത് ഓതുന്നവർക്ക് അറിയാം അതിൻ്റെതായ ആ ഒരു ഗുണവും ആ ഒരു സമാധാനവും ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മളും ഓതുക, നമ്മളെ മക്കളെയും അത് ശീലിപ്പിക്കുക. നമ്മൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ് പോകുമ്പോഴില്ലേ നമ്മൾ ബാക്കിയാക്കിയിട്ട് പോകുന്നത് നമ്മളെ മക്കളുണ്ടെങ്കിൽ സ്വാലിഹായ മക്കളെ ബാക്കിയാക്കിയിട്ടാണ് നമ്മൾ പോവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലും വലുത് വേറെന്താണെന്നല്ലേ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ മഗ്‌രിബിന് ശേഷം ഈ ഒരു 3 സൂറത്തെങ്കിലും നിർബന്ധമായിട്ട് ഓതാനായിട്ട് നോക്കുക. നമ്മളെ മക്കളെ അത് ശീലിപ്പിക്കുക. അങ്ങനെ നിസ്കാരവും ഖുർആൻ ഓതലെല്ലാം കഴിയുമ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുക, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്തോ മൂടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും. പിന്നെ നമ്മൾ നാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഗീ റൈസും രാവിലത്തെ ദോശ മാവുണ്ടേനും അതിനെ കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് ഞാനും കഴിച്ചിട്ടുണ്ടേനും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.